അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. MGയുടെ കോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാറാണ്. പിന്നെ എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്, ഇത്രയും ചെറിയ വണ്ടി. എപ്പോഴും ടെക്നിക്കലി കുറച്ച് മുന്നോട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഫാമിലിയും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇതൊക്കെ പരിചയപ്പെട്ടിരിക്കാനായിട്ട് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അച്ഛൻ ചെയ്യുന്നത് നോർമൽ ആൾക്കാർ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. അങ്ങനെ ഇതെടുത്തപ്പോൾ ഉണ്ടായ പരിപാടിയാണ് ഈ മഞ്ഞ കളർ. ഇത് റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ആരാണെങ്കിലും ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂലേ, അയ്യേ ഇതെന്നാ ഈ പോകുന്നേ അങ്ങനെ നോക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അയ്യോ അത് കൊള്ളാലോ സംഭവം അങ്ങനെ നോക്കുന്നവരും ഉണ്ട്. അച്ഛൻ എപ്പോഴും എൻ്റെ അടുത്ത് അറിയാം, അടുത്ത നമ്മുടെ ഉന്നം എന്ന് പറയുന്നത് ഒരു ക്യാരവാനാണ്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള പുതിയ വണ്ടി. എല്ലാവരും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലായാലും FBയിലായാലും യൂട്യൂബ് ചാനലിലായാലും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന കാര്യമാണ് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. MGയുടെ കോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാറാണ്. ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പം എനിക്കിത് സ്പെഷ്യലാണ്, കാരണം എനിക്കൊരു 18 വയസ്സ്, നമുക്ക് എല്ലാത്തിനും ഉള്ളൊരു ലീഗൽ പ്രായം അതാണല്ലോ. അപ്പോൾ ഒരു 18 വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തല്ല കേട്ടോ, നമ്മുടെ വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെടുത്തൊരു കാർ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ നമുക്കങ്ങനെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള യൂസിനൊന്നും അല്ല നമ്മളിത് യൂസ് ചെയ്താൽ, നമുക്ക് സാധാ കാഷ്വലായിട്ട് ഇപ്പം അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരുപാട് നമ്മളെപ്പോഴും അങ്ങനെ കറങ്ങി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം ഡെയിലി ആവശ്യങ്ങൾ, ഡെയിലി ബേസിസിലുള്ള ഓടുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്, ഇത്രയും ചെറിയ വണ്ടി പിന്നെ കാണാൻ ഇങ്ങനെ ഇത്രയും കുഞ്ഞായിട്ടിരിക്കും. ഇത് റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ആരാണെങ്കിലും ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂലേ. അത് ചിലപ്പോൾ 2 രീതിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ, അയ്യേ ഇതെന്നാ ഈ പോകുന്നേ അങ്ങനെ നോക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അയ്യോ അത് കൊള്ളാലോ സംഭവം അങ്ങനെ നോക്കുന്നവരും ഉണ്ട്. പക്ഷെ നമുക്ക് 2 സന്തോഷമാണ്, എങ്ങനെയായാലും നമ്മളെ നോക്കുന്നുണ്ടല്ലോ. എന്നാന്നറിയോ, ഒരു ലംബോർഗിനിയോ അങ്ങനത്തെ ഒരു വണ്ടികളൊക്കെ വിചാരിക്കുക, ചിലപ്പോൾ ആൾക്കാർക്ക് ചില ഈഗോസ് വരും. എന്നാന്നറിയോ, ഒരു കാശുള്ളോ പോണു, വലിയ കാശുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇതൊരു കൊച്ചുണ്ട്, കൗതുക ചിരി വരും. മറ്റേ വണ്ടിയാണ് അങ്ങനെ എല്ലാരും വന്ന് ചോദിക്കുവൊന്നുമില്ല, അവർ ചോദിച്ചാൽ എങ്ങനെയാണെന്നറിയാം. ഇതാകുമ്പോൾ ഒരു സാധാരണ ആൾക്കാർ. അതെ, ഇതിന്റെ വലിയൊരു സംഭവം, നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എങ്ങനെയാണ്, ഇതിന് എത്ര മൈലേജ് കിട്ടും. അപ്പൊ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നത് കുട്ടാപ്പി ചേട്ടനാണ്. എൻ്റെ വീഡിയോ എന്നൊക്കെ ചേട്ടൻ എല്ലാവർക്കും അറിയാം. അപ്പം കുട്ടാപ്പി ചേട്ടൻ ഞങ്ങൾ പറയും ഇനി ഷോറൂമിൽ MGയുടെ ഷോറൂമിൽ കൊണ്ട് നിർത്താൻ, അപ്പം അല്ലെങ്കിൽ ഞങ്ങളൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കാം, ഇത് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാലോ. അപ്പോൾ അത്രമാത്രം ആൾക്കാർ നമ്മളടുത്ത് വന്നിട്ട് ഇതിനെപ്പറ്റി തിരക്കുന്നുണ്ട്. അത് തിരക്കുന്നതിൻ്റെ കാരണം ഇപ്പം നമ്മൾ ആരെടുത്തെങ്കിലും നമുക്ക് പോയി സംസാരിക്കണം, അവരെപ്പോഴും ഇങ്ങനെ ചിരിച്ചല്ല നിൽക്കുന്നെങ്കിൽ നമുക്കൊരു മടി വരും അവരോട് ചെന്ന് സംസാരിക്കാനായിട്ടൊക്കെ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കാര്യം, ഇതൊരു കുട്ടി വണ്ടിയും കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഇടപെടാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ അടുത്ത് അതേ മോനെ ഒന്ന് താത്തോ ഒന്ന് ചോദിച്ചിട്ട് എപ്പോഴും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും തിരക്കാറുണ്ട്. അതും ഒരു വലിയ കാര്യമാണ്. നമുക്കതിന് മടി വരായോ, കാരണം നമുക്ക് അവരെങ്ങനെയാ അത് എടുക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ് കൂടിയ വണ്ടിയൊക്കെ ഇപ്പൊ നല്ലൊരു ലക്ഷറി കാറിന്റെ അതേ എഫക്റ്റ് ആണെന്ന് ഒരിക്കലും അല്ല. അതും ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതല്ല, പറഞ്ഞ് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ കളർ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. പക്ഷേ ഈ വണ്ടി എടുത്തപ്പോൾ ഇതിന് യെല്ലോ അടിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാനും അച്ഛനും അതിൻ്റെ പേരിൽ ഒത്തിരി വഴക്കിട്ടിട്ടുണ്ട്. എനിക്കിതിൻ്റെ അല്ലെങ്കിൽ ഓരോ വണ്ടി ഇറങ്ങുമ്പോൾ അതിൻ്റെ ഐക്കണായിട്ട് ഓരോ കളർ ഉണ്ടാവുമല്ലോ, എനിക്ക് ആ കളർ ചൂസ് ചെയ്യുന്നതിനോടായിരുന്നു താല്പര്യം. പക്ഷേ അച്ഛൻ എപ്പോഴും എല്ലാത്തിലും വെറൈറ്റി കണ്ടുപിടിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിപ്പം നമ്മുടെ വീടിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും എന്തെങ്കിലും അച്ഛൻ ചെയ്യുന്നത് നോർമൽ ആൾക്കാർ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. അച്ഛൻ എന്ത് ചെയ്താലും അതിലെന്തെങ്കിലുമൊക്കെ കാണും, അച്ഛൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും. അങ്ങനെ ഇതെടുത്തപ്പോൾ ഉണ്ടായ പരിപാടിയാണ് ഈ മഞ്ഞ കളർ. അതെ അതെ, അതിപ്പോൾ ഈ മഞ്ഞ കളർ നമുക്ക് മാത്രം ഉള്ളത് കൊണ്ട് എല്ലാവർക്കും കാണുമ്പോഴേ നമ്മുടെ വണ്ടിയാണെന്ന് അറിയാം. അതും ഒരു സ്പെഷ്യൽ സന്തോഷം.
ഇലക്ട്രിക്കിനോട് ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനിൽ പ്രത്യേകിച്ച് ഒരു സോളാർ സംഭവങ്ങളിലേക്ക് ഒരു പ്രത്യേക താല്പര്യ കൂടുതലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ പരിപാടികളിലേക്ക് ഒരു താല്പര്യ കൂടുതൽ എല്ലാവർക്കും ഉണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക്. ഓൾറെഡി സോളാർ സിസ്റ്റം ഒക്കെ ഉണ്ട്. എല്ലാ പരിപാടികളും ഇതിനു മുമ്പേ തന്നെ വേറെ ബാറ്ററി സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഏതാണ് നമ്മളവിടെ ബാറ്ററി സ്കൂട്ടർ ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ നമ്മളാ ആദ്യം കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ നമ്മൾ ടെക്നിക്കലി കുറച്ച് എപ്പോഴും മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അത് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്, അങ്ങനെയല്ല കേട്ടോ. പക്ഷെ നമുക്കിതെല്ലാം പരിചയപ്പെട്ടിരിക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഓ മൈ ഗോഡ്. അതെ, അപ്പൊ നമുക്ക് ഇതൊക്കെ പരിചയപ്പെട്ടിരിക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അത് മാത്രമല്ല, നമ്മൾ ലാഭം വൈസ് നോക്കുകയാണെങ്കിലും ഇത് ഭയങ്കര വലിയൊരു അസറ്റാണ്. കാരണം ഇത് നമ്മൾ ഇലക്ട്രിക്കലി ഇപ്പൊ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില ഇത്രയും കയറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത് വാങ്ങി യൂസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ 2 വണ്ടി ഉണ്ടെങ്കിലും അത് ഷൂട്ടിനും നമ്മുടെ പ്രൊഫഷണൽ യൂസുകളൊക്കെ ആയിട്ട് നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരുപാട് ദൂരയാത്രയ്ക്ക് ട്രിപ്പ് പോകണം, അപ്പൊ നമ്മൾ അതാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ അനിയനുണ്ട്, അപ്പൊ അവനും ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അതിലൊരു വണ്ടി, അപ്പം ഞാനും വേറൊരു വണ്ടിയിൽ പോകും. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ കോമറ്റ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഈസി ടു യൂസ് പരിപാടിയും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് കൊച്ചി നമുക്ക് വേറെ കാര്യമുണ്ട്. ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും കൊമേഴ്സ്. അപ്പൊ അതിലൊരു കാര്യമുണ്ട്, അതായത് കോസ്റ്റ് കുറയ്ക്കുക. അപ്പം കോസ്റ്റ് കുറയ്ക്കാൻ വളരെ ലാഭകരം നമ്മുടെ മറ്റു വണ്ടീസും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ, കാരണം വെച്ചാൽ കോസ്റ്റ് കുറയുന്നതിനൊപ്പം നമുക്ക് ഇതേ പോകുമ്പോൾ ഒത്തിരി ലാഭമുണ്ട്. ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഇത്രയും പെട്രോൾ അടിക്കണ്ട അല്ലെങ്കിൽ ഡീസൽ അടിക്കണ്ട, നമ്മൾ ചാർജ് ചെയ്താ യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറെ പേരുടെ ക്വസ്റ്റൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് കയറത്തില്ലേ അങ്ങനെയുള്ളത്. പക്ഷെ അതിന് നമുക്ക് സോളാറും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഭയങ്കര ലാഭകരമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കോമറ്റ്. പിന്നെ വേറൊരു സൈഡ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇതിന് വളരെ കുഞ്ഞ് സ്പേസ് മതി. സത്യം പറഞ്ഞാൽ നമ്മളൊരു ടോയ് കാറിന്റെ ഒരു കുറച്ച് വലുതായിട്ട് എടുത്ത പോലത്തെ ഒരു സംഭവമാണിത്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ട് പെട്ടെന്ന് ഇപ്പൊ ഈ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം എവിടെയെങ്കിലും കൊണ്ടിട്ട് തിരിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഈ ട്രാഫിക്കിന്റെ സമയത്തൊന്നും നമുക്ക് ഒരു പേടിയില്ലാതെ ഓടിച്ചോട് നടക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ബാക്കി കൂടുതൽ ഞാനിതങ്ങനെ എനിക്ക് ലൈസൻസ് എടുത്ത് തന്നിട്ടില്ല, തരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഓടിച്ചോണ്ട് നടക്കാൻ അതൊക്കെ അറിയാം. പക്ഷെ എനിക്ക് അങ്ങനെ ഓടിച്ചോണ്ട് നടക്കാൻ, റോഡിലൂടെ ഓടിച്ചോണ്ട് നടക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുന്നതായിരിക്കും നല്ലത്. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് എല്ലാ സൗകര്യമുണ്ട്. സൗകര്യം മീൻസ് ഈ കൊച്ചു വണ്ടിക്കകത്ത് ഉൾക്കൊള്ളിക്കാവുന്ന എല്ലാം. ABS, എയർ ബാഗ്, EBD, ഓട്ടോ ക്ലൈമറ്റ്, 2 ഡോറുള്ളൂ, 2 ഡോറും പവർ വിൻഡോ, ഹിൽ അസിസ്റ്റും ഉണ്ട്. കാരണം എവിടെയെങ്കിലും കയറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ പുറകോട്ട് വരികയില്ല, മുമ്പോട്ട് തന്നെ പോകാനുള്ള 3 സെക്കൻഡ് നിന്നിട്ട് മുന്നോട്ടേ പോകുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി, പിന്നെ എയർ ബാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നോക്കും. പിന്നെ അടുത്തൊരു നമ്മൾ പറഞ്ഞ പോലെ ചില മറ്റു വണ്ടികളുടെ പൈസ നോക്കുമ്പം ആ സെഗ്മെൻറ്റിൽ ഏറ്റവും വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ പൈസ കുറഞ്ഞ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. പിന്നെ പക്ഷേ വേറൊരു കാര്യമുണ്ട്, ടാറ്റ വേണമെങ്കിൽ പറയാമെങ്കിലും എല്ലാവരും വിചാരം ടാറ്റ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഈ MG എന്ന് പറയുമ്പോൾ ഒരു അപ്മാർക്ക് ഫീലിംഗ് എപ്പോഴും വരുന്നില്ലേ. അപ്മാർക്കറ്റ് ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വലിയ വല്ല കുറേ അധികം വണ്ടിയുള്ള ഒരാൾ വേറൊരു വണ്ടിയും കൂടി എടുത്തുകൊണ്ട് വരുന്ന പോലെ ഒരു ഫീലാണ്. കാരണം അതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ആ വില, കാരണം ഈ വണ്ടി തന്നെ ഇപ്പം നമ്മൾ ഒരു ടാറ്റ ഇറക്കുന്നതെന്ന് വിചാരിക്കാം, സപ്പോസ് ഒരു 5 രൂപ താഴെ നിൽക്കുമായിരിക്കും. ഈ 4 രൂപ ബാക്കി ഇവരുടെ ഈ പുറം കവർ പാക്കിങ്ങിന് MG എഴുത്തിനായിരിക്കും 5 രൂപയോളം കൊടുക്കണം. അപ്പോൾ ആ പറഞ്ഞ പോലെ അപ്പോൾ ഒരു ബ്രാൻഡ് വാല്യൂ മീൻസ് ഫോറിൻ ബ്രാൻഡ് MG എന്നുള്ള ഒരു ബ്രാൻഡ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അവർ ഭയങ്കര ഫ്രീയാണ്. കാരണം ഞാൻ ഇന്നേ വരെ അത് എക്കോയിൽ നിന്ന് മാറ്റേണ്ടി വന്നിട്ടില്ല. ഇത് എക്കോ ഉണ്ട്, നോർമലുണ്ട്, പിന്നെ ഒരു സ്പോർട്സും ഉണ്ട്. ഈ സ്പോർട്സ് കിട്ടാൽ ഇത് എങ്ങനെ പോകുന്നു പോലും പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങ് പോകുമായിരിക്കും, പേടിച്ച് പോകും ചിലപ്പോൾ നമ്മൾ. ഏത് എക്കോയിൽ തന്നെ അന്യായ പവറിന് ഒരു പ്രശ്നമേ അവിടെ ഇല്ല. ഇതിലൊരു 3 ടൈപ്പ് റീചാർജ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ കിറക്കമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോകുന്ന പറഞ്ഞാൽ എൻജിൻ പവർ ഇല്ലാതെ പോകുന്നൊരു സമയമായിരിക്കാം റീചാർജ് ചെയ്യുന്നൊരു ഫീലുണ്ട്. രണ്ടാമതൊരു നോർമൽ കുറച്ചും കൂടെ ഇപ്പോൾ ഒരു കുത്തനെ ഇറക്കം ഇറങ്ങുമെന്ന് വിചാരിക്കുക, അതിൻ്റെ ഒരു പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് ഹെവി ആയിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഫസ്റ്റ് ഇറങ്ങുന്നതിലും സൂപ്പറാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഒന്ന് ആലോചിച്ച്, ഇത്തരം വണ്ടികൾക്ക് നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു കണ്ടമാനം ഇറക്കം തന്നെ ഇറങ്ങുമെന്ന് ശരി, ഇതിനൊരു എൻജിൻ പിടുത്തം ഇല്ല എന്നിരിക്കട്ടെ, ഇത് ബ്രേക്കോ അല്ലെ ഫ്ലൂയിഡോ ഒക്കെ ചൂടായിട്ട് ബ്രേക്ക് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അറിയാമല്ലോ, അതായത് വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഈ ഹിൽ ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് ന്യൂട്രൽ ഇട്ടിട്ട് ചവിട്ടി പോരുമ്പം സാധാരണ ഗിയറിലിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ബാറ്ററി വണ്ടിക്ക് എനിക്കുണ്ടായിരുന്ന സംശയമായിരുന്നു, ഗിയർ ഇല്ലല്ലോ, പിന്നെ ഇത് എങ്ങനെയിട്ട് ഇറങ്ങുന്നു. അതിനുള്ള ഓപ്ഷനാണ്. റീചാർജും നടക്കും, ഇത് നല്ല ഗ്രിപ്പോടുകൂടി ഇറങ്ങും. എന്നാൽ ബ്രേക്കൊന്നും പിടിക്കേണ്ട, എത്ര കുത്തനെയുള്ള ഇറക്കമാണ്. അതായത് അപ്പോൾ അത് നീങ്ങനെ ചെറുതായിട്ടൊന്ന് കാല് കൊടുക്കണം എന്നുള്ള അവസ്ഥയാണ്.
എനിക്ക് തോന്നുന്ന ഒരു 7 മണിക്കൂറോ മറ്റോ വേണം, 7 മണിക്കൂർ അടുത്ത് എന്തായാലും റീചാർജ് ചെയ്യണം, വേണ്ടി വരും. പക്ഷേ ഇനി വേറെ നമ്മളുണ്ടല്ലോ എപ്പോഴും ഇത്തരം വണ്ടികളായതുകൊണ്ട് ഇത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉള്ള വണ്ടിയല്ല കേട്ടോ. അതിൻ്റെ ഏറ്റവും ടോപ്പ് തന്നെ ഉണ്ട് 11 രൂപയാവും, അതിന് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മളത് എടുത്തിട്ടില്ല. ഇത് നമ്മുടെ വീടിനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക, ഈ പറഞ്ഞ പോലെ ഒരു 160 കിലോമീറ്ററിനുള്ളിൽ കറങ്ങാവുന്ന ഒരു കറക്കം ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലും ഒരു 10 കിലോമീറ്റർ ഓടി അപ്പോഴും ഞാനത് കുത്തിയിട്ടേക്കും. ഫുള്ളാകുമ്പോഴേ നമ്മൾ ഊരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നോക്കിയാലും പോയിട്ട് വരുമ്പോൾ പിന്നെ കണ്ടമാനം ഓടുന്ന ഒരു അവസ്ഥയാണ്, നമ്മൾ നൈറ്റ് ആയിരിക്കും തിരിച്ചു വരും. അപ്പോൾ കുത്തിയിട്ടാൽ മതി, ഓട്ടോമാറ്റിക് ഇത് കട്ട് ഓഫ് ഒക്കെ ഉണ്ട്, എല്ലാ സംവിധാനം ആ രീതിയിലും ഉണ്ട്. ഈ വണ്ടിക്ക് എന്തോ ഒരു 6-7 മണിക്കൂർ എന്തായാലും കാണും. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിക്കാനുള്ളൊരു കാര്യമുണ്ട്. കാരണം ഇതിനകത്തെല്ലാം അഴിച്ച് മീൻസ് എല്ലാം തുറന്നൊക്കെ പരിശോധിക്കും, മിക്കതും ഇന്ത്യൻ മെയ്ഡാന്ന് പറഞ്ഞാൽ MGയുടെ ആയിട്ടൊന്നും തോന്നുന്നില്ല. പല പല കമ്പനിയുടെ സാധനങ്ങളാണ്. ഈ പാക്കിംഗ് ആണ് MGയുടേതായിട്ട് കാണുന്നത്. അതിന് ബാറ്ററിയും ശരി ടാറ്റയുടെയാണ് ഞങ്ങൾ നോക്കിയാണ്. കാരണം ആദ്യം ഞങ്ങൾ ബാറ്ററി ഒക്കെ ചോദിച്ചതാണ്. അപ്പോൾ ഇവർ വേറെ ഏതാണ്ട് വലിയ കമ്പനിയൊക്കെ പറഞ്ഞതെന്ന് തോന്നുന്നു, എന്തോ ഒരു ടാറ്റ എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ചോദിച്ചു അവരോട്. ടാറ്റയുടെ ബാറ്ററി മോശമാണെന്നല്ല പറഞ്ഞത്. കാരണം ടാറ്റയുടെ ബാറ്ററി ടാറ്റയ്ക്ക് ആണെങ്കിൽ ഈ ഇതുപോലൊരു വണ്ടിയും കൂടെ ടാറ്റ ചെയ്താൽ നമുക്കിതൊരു 5 രൂപ താഴെ കിട്ടിയല്ലേ. നമ്മൾ എന്തിനാണ് ഈ ഇത്രയും പൈസ ഇതിനേക്ക് കൊടുക്കുന്നത്? കാരണം ഒന്ന് ആലോചിക്കുക, ഇതിൻ്റെ ഈ ഗുഡ് വിൽ, ഈ MG എന്നുള്ള പേരിനായിരിക്കും ഇതിൻ്റെ പകുതി പൈസ പോകുന്നു എന്നുള്ള ഉറപ്പാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്തെന്നിരിക്കട്ടെ, 5 രൂപ ഈ മൊത്തം സാധനത്തിന് കവറിങ്ങിന് 5 രൂപ, അങ്ങനെ 10 രൂപ. അപ്പൊ എന്റെ ഫേവറേറ്റ് കാർ എന്ന് പറഞ്ഞാൽ വോൾവോ ആണ്. വോൾവോ എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം, എന്റെ ഒരു ഡ്രീം കാർ. അടുത്ത 12 വർഷത്തോടെ കഴിയണം. അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്നറിയാം? അച്ഛൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഞാൻ ഇങ്ങനെ കാർ എന്നുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴേ അങ്ങനെ കാർ എടുക്കണം എന്നൊന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പൊ വീട്ടിലുള്ള കാറൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇതെനിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ഇന്ന കാർ എടുക്കണം, അങ്ങനെ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എടുത്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു കാരണമുണ്ട്. അച്ഛൻ എപ്പോഴും എൻ്റെ അടുത്ത് അറിയാം, അടുത്ത നമ്മുടെ ഉന്നം എന്ന് പറയുന്നത് ഒരു ക്യാരവാനാണ്. ഒരു ക്യാരവൻ നമ്മൾ സെറ്റ് ആക്കണം. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്. ക്യാരവൻ എന്ന് പറയുന്നുണ്ടല്ലോ, ക്യാരവൻ എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഒരു വാൻ ലൈഫ് പോലത്തെ അതിനകത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ, ബാത്റൂം ഒക്കെ ഉള്ള ഒരു വണ്ടിയെ നമ്മൾ ഇങ്ങനെ യാത്ര പോവാം. ഇന്ന് നമ്മൾ തേനി ചെല്ലുന്നു, അവിടെ അങ്ങ് സെറ്റ് ആവുന്നു. അടുത്ത ദിവസം ഞങ്ങൾ യാത്ര പോകാൻ ട്രിപ്പ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും. അതെ. അപ്പൊ അച്ഛൻ ഇപ്പൊ പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു വാൻ ലൈഫ് പോലെ സെറ്റ് ചെയ്യണം, എന്നിട്ട് കുക്കിംഗ് ഒക്കെ അതിൽ തന്നെ ചെയ്യാൻ പറ്റണം. അതിന് കാര്യം നമ്മൾ യാത്രയിൽ പോകുമ്പോഴത്തുള്ള മെയിൻ പ്രശ്നം എന്താണെന്നറിയാം, വൃത്തിപ്രശ്നം ഭയങ്കര. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മളൊരു ബാത്റൂമിലൊക്കെ ചെല്ലുമ്പോൾ അതിനകത്ത് ഏരിയയിലൊന്നും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കുറച്ച് ഇടുങ്ങിയ സ്ഥലത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ അവിടെ ആയിരിക്കും കാണാൻ ഭംഗിയുള്ള. വേറെ കാര്യം, ഇപ്പൊ നമ്മളുണ്ടല്ലോ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് ഉള്ളിലോട്ട് പോയില്ലേ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ചെറിയ കുഞ്ഞു കടകൾ, ഒരു ബാത്റൂം ഒന്നും ഉണ്ടാകത്തില്ല. ഒരു കൈ കഴുകാൻ പോലും സൗകര്യം ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു വണ്ടിയായിട്ടാണ് പോകുന്നെങ്കിൽ നമ്മുടെ ഒരു മുറി അങ്ങ് കൊണ്ടുപോവുക, കെട്ടി വലിച്ച് അവിടെ കൊണ്ടുപോയിട്ട് അതിനകത്ത് ഇങ്ങനെ പോഷായ പരിപാടിയൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ വെള്ളം ഉണ്ടാവണം, ചെറിയ ബാത്റൂം ഉണ്ടാവണം, കുഞ്ഞിതായിട്ടൊന്ന് കിടക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ 1 കോടി 2 കോടി ബാത്റൂം വേണം, അടുക്കള വേണം, കിടക്കാൻ പറ്റണം, ഉറങ്ങാൻ പറ്റണം. ഇങ്ങനെയുണ്ട് 4 ഗിയർ ഓറയും കോഴിയെ കെട്ടി തൂക്കിയ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊച്ചി അമ്മ നമ്മൾ ഈ വലിയ ബെഡ്, ഒരു ട്രെയിനിന്റെ ബർത്ത് പോലത്തെ ഒരു സാധനം കിടക്കാം, അത് മതി. അതുപോലെ തന്നെ ഒരു ചെറിയ തട്ട് ചെറിയൊരു തട്ട്, അതേ നമുക്ക് കാപ്പിപ്പാത്രം വെക്കാം, മുട്ട പിടിക്കാം, മതി. കാരണം വല്ലയിടത്തും വല്ലതും കഴിച്ചാലുണ്ടല്ലോ വയറിളകും. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓടിച്ച് കാണാം. കാരണം എന്താ വെച്ചാൽ പറഞ്ഞല്ലേ ഉള്ളൂ, നമുക്ക് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയണ്ട. എങ്ങനെയാണ് ഞാൻ ഓടിച്ചണ്ട, MVയുടെ നമ്മളെ ഓടിച്ചു, നമുക്ക് ആ പറമ്പിലോട്ടെങ്ങാനും പോയി ഓടിച്ചാൽ അതാകുമ്പോൾ പ്രൈവറ്റാ. തന്നെയല്ല ഇത് വല്ലയിടത്തും താന്നു പോയാലും ഉണ്ടല്ലോ, നമുക്ക് ഒറ്റയ്ക്കാണ് തള്ളിക്കയറ്റും, ഇത്രയല്ലേ ഉള്ളൂ.